കൂട്ടുകാരെ, നമുക്കിന്ന് ബ്രെഡ് കൊണ്ടിട്ടുള്ള ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാം. ഇത് എല്ലാവരും ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് മാവെടുത്ത് കുഴച്ച് അത് 1 മണിക്കൂർ വെച്ച് എടുത്തിട്ടൊക്കെ അല്ലേ വെക്കുക. അതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലേ. അതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം എല്ലില്ലാത്ത കോഴി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതാ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ട് ഒന്ന് കിറുക്കിറുന്നാക്കി എടുക്കാം. വല്ലാതെ പൊടിയൊന്നും വേണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതാ ഇതേപോലെ ആക്കിയെടുത്താൽ മതിയേ, വല്ലാതെ പൊടിയൊന്നും വേണ്ട. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചു കഴിഞ്ഞു. ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് 2 റെഡിയാക്കാനാണ് ഇച്ചിരി സമയം പിടിക്കുക. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മസാല ഉണ്ടാക്കാം. അതിൻ്റെ കത്തിക്കാം. എത്ര കറണ്ട് എത്ര ഇൻവെർട്ടർ ഇരുന്നാലും നമുക്ക് നിലനിൽക്കുന്നത് ഈ ഒരു മണ്ണെണ്ണ വിളക്കാണ്. നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞതാ. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഉള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കരിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാവട്ടെ. ഇഞ്ചി പേസ്റ്റ്. ഉള്ളി വല്ലാതെ വാടി ബ്രൗൺ കളറൊന്നും ആവണ്ട. നമ്മൾ വാട്ടുമ്പോൾ ഒന്ന് കുഴഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇടുമ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറിയാലും മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മസാല ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനും ഇറച്ചി വേവിച്ചതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇറച്ചിയിലൊക്കെ ഉപ്പിട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി നോക്കിയിട്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറി വരട്ടെ. മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിനി പൊടിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഇറച്ചി മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇറച്ചി മസാലയൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേശം മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതുകൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിപ്പോൾ ഇറച്ചി, ഉരുളക്കിഴങ്ങ്, മസാല, മല്ലിച്ചപ്പ് ഇതൊക്കെ പാടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി റോൾ ചെയ്യാനുള്ള ബ്രെഡ് റെഡിയാക്കി എടുക്കാം. നമുക്കിനി 4 വശത്തുള്ള ഈ കളറുകളിങ്ങനെ മുറിച്ച് മാറ്റാം. കളറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി മാറ്റി വെക്കാം. ഇതേപോലെ എല്ലാതും ആക്കിയെടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ളത് നമ്മൾ മുറിച്ചെടുത്തത് കളയൊന്നും വേണ്ട. നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ടാണ് ഇത് പൊരിക്കേണ്ടത്. അതിന് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നമുക്ക് ബ്രെഡ് പൊടി അതിൽ കിട്ടും. നമുക്കിനി ബ്രെഡ് ആവിയിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഞാനൊരു ഇഡ്ഡലി ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഓരോന്നായിട്ട് പറക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് എന്തിനാ ചൂടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് അരിക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ റോള് ചുറ്റുമ്പോൾ ഇത് പൊളിയുള്ളു, അപ്പോൾ പൊടിയും. അതുകൊണ്ട് റോള് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ആവിയിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒന്ന് പരത്തിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയിട്ട് റോൾ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് റോളാക്കിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ നല്ല ആവി വരുന്നുണ്ട്. നമുക്കിത് ഒന്നൊന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് വല്ലാതെ ചൂടാവൊന്നും വേണ്ട, ഒന്ന് മൂടി വെച്ച് തുറക്കണം, അത്രയേ ഉള്ളൂ. ഒന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റും വേണ്ട ചിലപ്പോൾ. കണ്ടില്ലേ, എല്ലാത്തിലും ആവി വന്നു. നമുക്കിനി ചൂടാക്കിയത് ചൂടോടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതേപോലെ പരന്ന് വരും. കണ്ടില്ലേ? നമുക്കിനി ഇത് ഒട്ടിച്ചു കൊടുക്കാനുള്ള പശ ഉണ്ടാക്കാം. കോഴിമുട്ടയിലും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് മൈദമാവിലാണ്. കോഴിമുട്ടയിൽ മുക്കാം, മൈദമാവിൽ മുക്കാം. ഞാനിവിടെ മൈദമാവിലാണ് മുക്കി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവിന് മാവാണ് എടുത്തിട്ടുള്ളത്, മൈദമാവ്. ഇനി നമുക്കിത് കലക്കിയിട്ട് പോരെങ്കിൽ പിന്നെ എടുക്കാം. അതിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് മിസ്സാക്കാം. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. പൊടി ഇതാ നന്നായിട്ട് കലക്കി കഴിഞ്ഞ് ഇതാ ഈ പരുവത്തിൽ വേണം കലക്കണം. കണ്ടില്ലേ? ദോശമാവിനേക്കാളും ഇച്ചിരി ലൂസാക്കി കലക്കണം. ഇനി നമുക്ക് മസാലകളൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞ് നമുക്കിത് റോളാക്കിയെടുക്കാം. നമുക്കിതിലൊരു ബ്രെഡ് എടുത്തിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. 3 വശത്തും തേക്കാം. ഇതെന്തിനാ പറഞ്ഞാൽ ഇളകി വരാതെ ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ പാകത്തിന് ഇച്ചിരി ചിക്കൻ മസാല എടുക്കാം. മസാല എടുത്തിട്ട് ഇതിലിങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് റോളാക്കി ഉരുട്ടിയെടുക്കുക. അതിങ്ങനെ ഈ സൈഡൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, ഈ സൈഡും ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലൊന്ന് മുക്കിയെടുക്കുക. ഇതിലിടുക. ഇട്ടിട്ട് ബ്രെഡ് പൊടി ഒന്ന് പൊതിഞ്ഞെടുക്കുക. ബ്രെഡ് പൊടി പൊതിഞ്ഞിട്ട് നമുക്ക് സൈഡ് ഒന്നുകൂടി ഒന്ന് അമർത്തി ഇത് ഒന്നുകൂടി പൊതിഞ്ഞ് വെക്കാം. അത് സൈഡ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. കണ്ടില്ലേ? നമ്മൾ എല്ലാതും റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി പൊരിച്ചിഞ്ഞെടുക്കാം കേട്ടോ.
ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നല്ല വെന്ത സാധനങ്ങളാണ്. അതുകൊണ്ട് മേലെ നമ്മളെ ബ്രെഡ് പൊടിയിട്ട് ഒന്ന് മൊരിഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. നല്ല തീയിൽ വേണം വെച്ച് കൊടുക്കാൻ. ചെറിയ തീയിൽ വെച്ചാൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കരുത്, നല്ല തീയിൽ വേണം ഇട്ട് കൊടുക്കാൻ. മറി 2 വശത്തും ഒരു ഗോൾഡൻ കളർ ആവട്ടെ കേട്ടോ. അപ്പം നമുക്ക് എടുക്കാം. നമുക്കിനി ഇതായിട്ടുണ്ട്, എടുക്കാവേ. കണ്ട നല്ല ബ്രൗൺ കളറായി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. നല്ല തീ കത്തിച്ചാൽ എണ്ണ കുടിക്കില്ല. ഇനി നമുക്കിതേപോലെ എല്ലാതും പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എടുത്ത് ഒന്ന് പൊട്ടിച്ചു നോക്കാം. അയ്യവാ, കണ്ടില്ലേ? ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഉരുളക്കിഴങ്ങ് വേവണ ചിക്കൻ വേകണ ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞ കണക്കിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് 38 റോള് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും കിട്ടും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുണ്ടാക്കണമെങ്കിൽ അതിന് അളവ് കുറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.